ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ മീഡിയകളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് നരിവേട്ട എന്ന സിനിമ. അതിലെ നായകൻ ടൊവിനോ തോമസ് ആണ്. അതിൻ്റെ മറ്റ് ക്രൂവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്കും അറിയാം. പക്ഷേ ആ സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പറയാതെ പോയ ഒരു കാര്യമാണ് മുത്തങ്ങ സമരം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്ന ഒരു സമരവും അതിനോടനുബന്ധിച്ച് സർക്കാരും അതുപോലെ തന്നെ പൊതുസമൂഹവും ആ ജനങ്ങളോട് കാണിച്ച അല്ലെങ്കിൽ ആദിവാസികളോട് കാണിച്ച ക്രൂരതകളും അതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ് ആ സിനിമ. ആ സിനിമയുടെ ആദ്യങ്ങളിൽ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ആധാരം എന്ന് പറയുന്ന കഥ മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആ രീതി നമുക്ക് മനസ്സിലാകാൻ പറ്റും. നമുക്കെല്ലാം അറിയാം, ആദിവാസികൾ എന്ന് നമ്മളെ അപരിഷ്കൃതർ എന്നൊക്കെ നമ്മുടെ സമൂഹം കരുതുന്ന ഒരു വിഭാഗമാണ് ആദിവാസികൾ. അവരെ സംബന്ധിച്ച് അവരുടെ കാട്ടിൽ അലഞ്ഞു നടന്ന് തേൻ ശേഖരിക്കുക, അല്ലെങ്കിൽ കാട്ടിലെ വിഭവസമൃദ്ധമായ അല്ലെങ്കിൽ കാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ അവർ അതുമായിട്ട് ജീവിച്ചു പോകുന്ന, കാടുമായിട്ടിണങ്ങി ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ആദിവാസികൾ എന്നുള്ള. അവരെ നമ്മൾ പല പേരുകളിലും പല കാസ്റ്റ് സിസ്റ്റം ഒക്കെ വിളിക്കുന്നുണ്ട്. എങ്കിൽ തന്നെ ഈ കാടുമായിട്ട് ബന്ധപ്പെട്ട് കാട്ടിലെ തേൻ ശേഖരിക്കുക, അല്ലെങ്കിൽ കാട്ടിലെ ഭക്ഷണങ്ങൾ, മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുക, അങ്ങനെയൊക്കെ മൃഗങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ആദിവാസികൾ. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതവും ജീവനും എല്ലാം ഈ കാടാണ്. കാട്ടിൽ അവർക്ക് ദൈവങ്ങളുണ്ട്, കാട്ടിൽ അവർക്ക് പല ആചാരങ്ങളുണ്ട്. ഒരുപക്ഷെ അവരുടെ ആ ഗോത്രങ്ങളിൽ ഒരു നേതാവുണ്ട്. ആ ഗോത്രത്തിന് അവരുടെ കല്യാണങ്ങൾ നടത്തുന്ന ആ ഗോത്ര ദൈവങ്ങളുടെ മുമ്പിൽ വെച്ചായിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് സങ്കല്പങ്ങളും ഒരുപാട് സിസ്റ്റംസുമുള്ള ഒരു വലിയൊരു വിഭാഗമാണ് ഈ ആദിവാസികൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു റിപ്പബ്ലിക് ആയി കഴിഞ്ഞപ്പോൾ ഈ കാടിനും മേടിനും നാട്ടിനും ഒക്കെ ഒരു നിയമം ഉണ്ടായെന്ന് പറഞ്ഞാൽ കാട്ടിൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം ആണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഈ ആദിവാസികൾക്ക് താമസിക്കുന്ന സ്ഥലമാണ് ഈ ഫോറസ്റ്റ് അല്ലെങ്കിൽ കാട് എന്ന് പറയുന്ന സ്ഥലം. നാടെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ സാധാരണ വണ്ടികളൊക്കെ ഓടുന്ന ഈ പ്രദേശങ്ങൾ, അത് സമൂഹത്തിൽ ഇപ്പം പരിഷ്കൃത മനുഷ്യർ കയ്യേറി. അപ്പം അവർക്ക് ഇച്ചിരി ഉള്ളിലോട്ട് അല്ലെങ്കിൽ കാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു. ഈ കാണുന്ന ഈ പ്രദേശങ്ങളും ഈ സ്ഥലങ്ങളുമെല്ലാം ആദിവാസികൾ അവരുടെ രീതിക്ക് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു. അത് വെട്ടിപ്പിടിച്ച് പല ആൾക്കാരും അത് കയ്യേറി കഴിഞ്ഞപ്പോൾ അവർ കാടിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട വന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ കേരളത്തിലല്ല, എല്ലാ രാജ്യങ്ങളിലും ഉള്ള പോലെ ആമസോണിലും അല്ലെങ്കിൽ ഒരു കാടുകളിൽ, എല്ലാ രാജ്യത്തിൻ്റെയും കാടുകളിൽ ഒരുപാട് ഗോത്രവർഗ്ഗങ്ങൾ താമസിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ആ മരുന്നുകളിൽ ചേർക്കുന്ന പല ചെടികളും അല്ലെങ്കിൽ പല ഈ സസ്യങ്ങളും നമ്മൾ കാട്ടിൽ നിന്നാണ് ശേഖരിക്കുന്നത്. കാരണം നാട്ടിൽ പുറങ്ങളിൽ അത് കാണാറില്ല. അപ്പോൾ ഈ ആദിവാസികളെ പോലുള്ള അവർക്കാണ് ഇതിനെക്കുറിച്ച് കാലങ്ങളായി തലമുറകളായി കൈമാറി വന്ന ഒരു സംസ്കാരമുണ്ട്. ഈ ഒരു വൈദ്യം അല്ലെങ്കിൽ ഒരു ചെടിയെക്കുറിച്ചുള്ള അറിവ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവർ കൈമാറി അങ്ങനെ വന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ഇവർ. അപ്പോൾ ആ സസ്യങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടുന്നത് ഇവരിൽ നിന്നാണ്. ഉദാഹരണത്തിന് നല്ല തേൻ കിട്ടണമെങ്കിൽ ഈ ആദിവാസി കാട്ടിൻ്റെ ഉള്ളിൽ പോയി ശേഖരിച്ച്, കാരണം ഒരുപക്ഷെ ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഈ കാട്ടിൻ്റെ ഉള്ളിൽ പോയി തേൻ ശേഖരിക്കാൻ കഴിയില്ല. കാരണം അവനെ അവിടുത്തെ ജീവികൾ ഏതെങ്കിലും അപായപ്പെടുത്തും. അവന് അത് ശേഖരിക്കാനുള്ള കഴിവുണ്ടാകത്തില്ല. പക്ഷേ ഈ ആദിവാസികൾ പാമ്പ് കാണും, ചിലപ്പം കരടി കാണും. അതിനെയൊക്കെ മെരുക്കി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അവർക്കത് മനസ്സിലായി. അതിൻ്റെ ശബ്ദം കേട്ടാൽ പോലും അവർക്കത് മനസ്സിലാവും. അങ്ങനെ അവർ മാറി എടുത്തുമൊക്കെയാണ് ഈ തേനും മറ്റു പല കാര്യങ്ങളും അവർ ശേഖരിച്ച് നാട്ടിൻപുറങ്ങളിൽ കൊണ്ട് വിറ്റാണ് പലപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ ഈ നരിവേട്ട സിനിമയിൽ അവർ പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയാണ്.
ഈ അപ്പം ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം കാടും ഇതുപോലെ തന്നെ നാടുമൊക്കെ വേർതിരിച്ചു. കാട് വേർതിരിച്ചു, നാടും വേർതിരിച്ചു. നാട് ഇത്ര സ്ഥലം, കാട് ഇത്ര സ്ഥലം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ വനമേഖല എന്നൊക്കെ. അപ്പം ഈ മുത്തങ്ങ അല്ലെങ്കിൽ ഇവിടെയുള്ള ആദിവാസികൾ അല്ലെങ്കിൽ ആ വിഭാഗം ആൾക്കാർ ഈ കാട്ടിൽ ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടം. കാരണം അവർക്ക് നാട്ടിൽ വന്നാൽ അവർക്ക് ജോലി ചെയ്യാനോ അവർക്ക് ജീവിക്കാനോ എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയാത്തൊരു വിഭാഗമാണ് ഈ ഗോത്രവർഗ വിഭാഗം. അവർക്ക് കാടുമായിട്ടാണ് അവർ ജീവിക്കുന്നത്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കടൽ തീരത്തൊക്കെ താമസിക്കുന്ന മുക്കുവർ അവർ കടൽ കൊണ്ടാണ് ജീവിക്കുന്നത്. അവരോട് കടലിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോകാനൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് സർക്കുലറൊക്കെ ഇറക്കാവും കിട്ടും. പക്ഷേ അവർ കടലും ആ മത്സ്യവും ആ മീനും കൊണ്ടാണ് അവർ 90-80 കുറച്ച് പേരൊക്കെ ജീവിക്കുന്നത്. ഇപ്പം പലരും പല ജോലിക്കൊക്കെ പോകുന്നുണ്ട്. എങ്കിൽ തന്നെ ഈ കാട്ടിലെ അല്ലെങ്കിൽ കാട്ടിൽ ജീവിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ അവർ കാട് കൊണ്ടാണ് ജീവിക്കുന്നത്. അവരോട് ഒരു സുപ്രഭാതത്തിൽ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരാൾ പറയുവാണ് നിങ്ങൾ ഇവിടുന്ന് എല്ലാവരും മാറണം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലം തരാമെന്ന് പറഞ്ഞ് ഇവരെ മാറ്റുമ്പോൾ ഇവർക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഇവർ നമുക്കറിയാം നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലം ഒരു സുപ്രഭാതത്തിൽ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മൾ ഇവിടുന്ന് മാറിപ്പോകാമെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെങ്ങും പോകാനോ അവർക്ക് വേറൊന്നും അധിവസിക്കാനോ ഉള്ള സ്ഥലവും സൗകര്യങ്ങളൊന്നും ഇല്ലാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള സമരവും അതിനോട് അനുബന്ധിച്ച് ഗവൺമെൻറ് അവരെ എങ്ങനെ നേരിട്ടു എന്നൊക്കെ അതിൻ്റെ സത്യം ഏതാ സിനിമയിൽ കാണിക്കുന്നത് ശരി ഏതാണെന്നറിയത്തില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് ഈ നരിവേട്ട എന്ന് പറയുന്ന സിനിമ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് ഈ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ ഈ ഗോത്രവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ആ കാട്ടിൽ നിന്നൊരു സാധനം അല്ലെങ്കിൽ ഒരു സംഭവം എടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവരുടെ രീതിയിൽ ജീവിക്കണം. എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം വിഭാവനം ചെയ്യുന്ന നമ്മുടെ രാജ്യത്ത് ആദിവാസികൾക്കും അവർക്കും ജീവിക്കാനും അവർക്കും സ്വന്തമായിട്ട് വസ്തു അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാക്കി വീടുണ്ടാക്കി അവർക്ക് താമസിക്കാനുമുള്ള സൗകര്യങ്ങൾ എല്ലാ ഗവൺമെൻറ്റും എല്ലാ കാലത്തും